ഇന്ത്യക്കും തുർക്കിസ്ഥാനും ഇടയിൽ വാട്ടർഷെഡായി പ്രവർത്തിക്കുന്ന മലനിരകൾ കാരക്കോറം മലനിരകൾ. ബാൽത്തോറം ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിൽ. ബാൽത്തോറം ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കൂടിയ പ്രദേശം ബാമർ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ്, ലഡാക്ക്. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന സമതലമാണ് ഗംഗാ സമതലം? ആൻസർ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലമാണ് ഉത്തരം. മാൽവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം. സത്പുരയുടെ രാജ്ഞി പച്മാർഹി. ഡക്കാൻ്റെ രാജ്ഞി പൂനെ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി മസൂറി. നീലഗിരിയുടെ റാണി ഊട്ടി. അറബിക്കടലിലെ റാണി കൊച്ചി. സത്പുരയുടെ രാജ്ഞി പച്മാർഹി. ഡക്കാൻ്റെ രാജ്ഞി പൂനെ. നീലഗിരിയുടെ റാണി ഊട്ടി. അറബിക്കടലിലെ കൊച്ചി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ദോഡാപേട്ട, തമിഴ്നാട്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദുബ്ഗാർ. ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം പാരസ്നാഥ് കുന്നുകൾ. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ. ആൻഡമാനിലെ ഏറ്റവും ചെറിയ ദ്വീപ് കർല്യൂ ദ്വീപ്. നിക്കോബാറിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ. നിക്കോബാറിലെ ഏറ്റവും ചെറിയ ദ്വീപ് പില്ലോ മില്ലോ. നിക്കോബാറിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ. ചെറുത് ആൻഡമാനിലെ ചെറുത് കർല്യൂ. ആൻഡമാനിലെ വലുത് മിഡിൽ ആൻഡമാൻ. മാലദ്വീപിനെ ലക്ഷദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനൽ. ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. മാലദ്വീപിനെയും ലക്ഷദ്വീപിനും 8 ഡിഗ്രി, മിനിക്കോയിനെയും ലക്ഷദ്വീപിനും 9 ഡിഗ്രി, ആൻഡമാനെയും നിക്കോബാറിനെയും 10 ഡിഗ്രി ചാനൽ. ഇൻ്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിൽ. സൗണ്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിൽ. ഹർമീന്ദർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഇൻ്റർവ്യൂ ദ്വീപ് ആൻഡമാനിൽ, സൗണ്ട് ദ്വീപ് ആൻഡമാനിൽ, ഹർമീന്ദർ ബീച്ച് ആൻഡമാൻ നിക്കോബാറിൽ. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? വസന്തം. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് നവരാത്രി, വിജയദശമി തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കുന്നത്? ശരത്. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? വസന്തം. ഏത് ഋതുവിൻ്റെ കാലഘട്ടത്തിലാണ് നവരാത്രി, വിജയദശമി നടക്കുന്നത്? ശരത്.